ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഫലദായകമാകുവാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുക. ഈശോ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കുവാൻ പോയി. ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ ഭവനത്തിലാണ് ഈശോ ഭക്ഷണം കഴിക്കുവാൻ പോയത്. അവർ ഈശോയെ ക്ഷണിച്ചിട്ടുണ്ടാവണം. ഈശോ അവിടെ എത്തി. അവരെല്ലാവരും അവനെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ മുൻപിൽ ഒരു മഹോദര രോഗിയെ അവൻ കണ്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു മഹോദര രോഗി, ആ മഹോദര രോഗിയെ ഈശോ കണ്ടു. ഈശോ അവരോട് ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ ഒന്നും മറുപടി പറഞ്ഞില്ല. യേശു മഹോദര രോഗിയെ തൊട്ടു, അവനെ സുഖപ്പെടുത്തി, അവനെ പറഞ്ഞയച്ചു. അതിനുശേഷമാണ് ഈശോ അവരോട് ചോദിക്കുന്നത്, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവരാരും മറുപടി പറഞ്ഞില്ല. ഈശോ അവരോട് ചോദിച്ചു, സാപത്ത് ദിനത്തിൽ നിങ്ങളുടെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ അവരെ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട്? സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. ഈശോയുടെ മക്കളായ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലേക്കാണ് മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഫരിസേയരും പ്രമാണിമാരും അല്ല. ഈശോയെ അവർ ക്ഷണിച്ചതാണ്. ക്ഷണിക്കാതെ ഈശോ പോവില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ ചെന്നു എന്നാണ് പറയുക. ക്ഷണിച്ചെങ്കിലും ഈശോയെ അവർ സൂക്ഷിച്ചു വീക്ഷിക്കുക. കാരണം ഇവനെ ഏതെല്ലാം രീതിയിൽ അപായപ്പെടുത്താം എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയുടെ കണ്ണിൽ ഒരു മഹോദര രോഗിയെ കാണുകയാണ്. ആ മഹോദര രോഗിയെ കാണണമെന്നുണ്ടെങ്കിൽ മഹോദര രോഗി ഈശോയുടെ കണ്ണിൽ പെടണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് രോഗത്തിലാണെങ്കിലും ഈശോ കാണുവാൻ വേണ്ടി നമ്മൾ ഈശോയുടെ അടുത്ത് ചെല്ലണം. ഈശോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യമുണ്ട്. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? ഈശോയുടെ അടുത്ത് ചെല്ലുവാൻ. നമ്മൾ തീക്ഷണതയോടുകൂടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ താല്പര്യപൂർവ്വം അതിരാവിലെ എഴുന്നേറ്റ് ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ തയ്യാറാവുക. പ്രാർത്ഥനയ്ക്ക് തയ്യാറാവുക. ദൈവവചനം വായിക്കുവാൻ തയ്യാറാവുക. അവൻ നമ്മളെ കാണും. വചനത്തിലൂടെ അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂദാശകളിലൂടെ അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണിൽപ്പെട്ടാൽ നീ സൗഖ്യം പ്രാപിക്കും. ആ മഹോദര രോഗിയെ ഈശോ കണ്ടു. ഈശോ അവനെ സൗഖ്യപ്പെടുത്തി, പറഞ്ഞയച്ചു. യഹൂദ നിയമം അനുസരിച്ച് സാപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നവർ നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ഈശോ ചോദിക്കുകയാണ്, സാപത്ത് ദിനത്തിൽ നിന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ
അവയെ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളെല്ലാവരുണ്ട്. എന്നെ സമീപിക്കുന്ന, ആത്മീയമായ ഉപദേശത്തിനായി സമീപിക്കുന്ന വ്യക്തികളോട് അവരുടെ ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അവർ അത് ഓർത്തെടുക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ബ്രദറെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ ഈശോ കണ്ടു. ഈശോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഈശോ കണ്ടതുകൊണ്ടാണ് ഇതെല്ലാം വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നത്. ഈശോ കണ്ടതുകൊണ്ട് നിനക്ക് സൗഖ്യമുണ്ട്. നീ അടുത്തേക്ക് ചെല്ലണം. ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തി. നീ അടുത്തേക്ക് ചെല്ലണം. അടുത്തേക്ക് ചെല്ലണമേ വിശുദ്ധനായവൻ്റെ പക്കലേക്ക് വിശുദ്ധിയോടെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. നമ്മുടെ കുറവുകളും പാവമാലിന്യങ്ങളും കുദാശകളിലൂടെ ലഘുഭാവങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സൗഖ്യമുണ്ട്. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നമ്മളിൽ രോഗികളായിരിക്കുന്നവരെയും നമ്മളിൽ തന്നെ പല രോഗങ്ങളുണ്ടാകാം. നമ്മൾക്ക് അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈശോ എന്ന് കാണുവാൻ വേണ്ടി നീ അടുത്തെത്തുക. മഹോദരരോഗി ഒന്നും ഈശോയോട് ചോദിച്ചില്ല. ഈശോ കണ്ടു. ഈശോ അവനെ സൗഖ്യപ്പെടുത്തി. ഇന്ന് പ്രത്യേകിച്ച് മഹോദര രോഗികൾ, ലിവർ സിറോസിസ്, ഉദരത്തിൽ വെള്ളം കെട്ടുക, അങ്ങനെയുള്ള ഉദരസംബന്ധമായ രോഗമുള്ള എല്ലാ മക്കളെയും ഈശോയെ നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. ലൂക്കാസ് സുവിശേഷങ്ങളുടെ അളിച്ചെയ്ത വചനങ്ങൾ, ഈ രോഗികളുടെ മേൽ നിന്റെ കരമൊന്ന് നീട്ടണമേ, നീ ഒന്ന് സ്പർശിക്കണമേ, ആ രോഗികളെ നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ കരുണ ആ മക്കൾ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം ആ മക്കളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.